നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊന്നൊരു എക്സ്റ്റൻഷൻ ബോക്സാണ് ഉണ്ടാക്കാൻ പോണത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ സാധാരണ നോർമൽ ഈ തരത്തിലുള്ള എക്സ്റ്റൻഷൻ ബോക്സാണ് നമുക്ക് കിട്ടുക. ഇതിൽ ഇത്തിരി ക്വാളിറ്റി ഒക്കെ കുറവായിരിക്കും. അതായത് നമുക്ക് ടി വി, റേഡിയോ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഇതിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതല്ലാതെ കുറച്ച് ഹെവി ആയിട്ടുള്ള ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഇൻഡക്ഷൻ കുക്കർ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ തന്നെ ഉണ്ടാക്കുന്നത്, അതായത് ഇത് ഒരു 10 മീറ്ററാണ്. അപ്പോൾ നമുക്ക് എത്ര നീളം വേണമെങ്കിലും കൂട്ടാവുന്ന ഒരു എക്സ്റ്റൻഷൻ ബോക്സാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ബോക്സ് ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമായ സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ 2 സോക്കറ്റും 2 സ്വിച്ചും ഉള്ള ഒരു ബോക്സാണ്. അപ്പോൾ അതിനാ ഒരു ബോക്സ്, 2 സോക്കറ്റ്, 2 1-way സ്വിച്ച്, ഇതാണ് നമുക്കിതിന് വേണ്ടത്. പിന്നെ ഒരു 3-pin ടോപ്പ്, പിന്നെ ഒരു 3-core വയർ. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു 1.5 ഗേജുള്ള ഒരു 3-core വയറാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഈ സ്വിച്ചുകളും സോക്കറ്റും ഈ ഷീറ്റിൽ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുക എന്നുള്ളതാണ് ആദ്യം നമുക്ക് ചെയ്യേണ്ടത്. ഈ സ്വിച്ചും സോക്കറ്റും ഈ ഷീറ്റിൽ നമ്മൾ ടൈറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെ ചെയ്യേണ്ടത് നമ്മുടെ 3-core വയർ ഈ ബോക്സിൻ്റെ സൈഡിൽ ഹോളുണ്ട്, അതിലൂടെ വേണമെങ്കിൽ നമുക്കിടാം. അല്ലെങ്കിൽ സൈഡൊരു ചെറിയൊരു കുഞ്ഞ് ഹോൾ ഉണ്ടാക്കിയിട്ട് അതിലിട്ട് കുറച്ചും കൂടി ഇതുണ്ടാവും. നമ്മളെവിടെ ഇങ്ങനെ വെക്കുമ്പോൾ തട്ടൊന്നും ചെയ്യില്ല. ഞാൻ എന്തായാലും സൈഡ് ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് അതിലൂടെ ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. എൻ്റെ ആവശ്യം അങ്ങനെ സൈഡ് ഹോൾ ഉണ്ടാക്കിയിട്ടായിരിക്കും എനിക്ക് കൂടുതൽ സൗകര്യം. നമുക്ക് വയറിടാനായിട്ടുള്ള ഹോൾ ആയിട്ടുണ്ട്. ഇതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന 3-core വയർ ഏകദേശം ഈ രൂപത്തിലാണ് മുറിച്ചിട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മൾ കത്തിയോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് സൈഡ് ചെത്തിയിട്ട് നമുക്ക് വയർ പതുക്കെ അതിനുള്ളിലൂടെ തള്ളി കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒന്നുകിൽ ഈ രീതിക്ക് ഒരു കെട്ടിട്ട് കൊടുക്കാം. അപ്പോൾ വയർ നമ്മൾ എന്തെങ്കിലും വലിച്ചു കഴിഞ്ഞാലൊന്നും ബോക്സിൽ നിന്ന് വിട്ടു വരില്ല. അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ ഹോള് കുറച്ച് ലൂസാണെങ്കിലാണ് അങ്ങനെ കെട്ടിട്ട് വെക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ചെറിയ രീതിയിൽ നമ്മൾ ഇൻസുലേഷൻ ടേപ്പ് ഉപയോഗിച്ചിട്ട് ഹോളൊന്നും വിട്ടു വരാത്ത രീതി നമുക്ക് ഇവിടെ ഒരു 4-5 റൗണ്ട് വെച്ച് കഴിഞ്ഞാൽ ആ ഹോളിൽ നിന്ന് പുറത്തോട്ട് വിട്ടു വരില്ല. നമ്മൾ എർത്ത് വയർ ഇതിലോട്ട് കണക്ട് ചെയ്യുമ്പോൾ കത്തി ഉപയോഗിച്ചിട്ടൊക്കെ നമുക്ക് ചെത്തി കൊടുക്കാം. അല്ലെങ്കിൽ ഇതേപോലെ വയർ ഷിപ്പർ ഉപയോഗിച്ചിട്ട് ചെത്തിയിട്ട് ഒന്ന് മടക്കി കഴിഞ്ഞാൽ, അതേപോലെ മടക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി ടൈറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ മടക്കിയിട്ടാണ് കൊടുക്കുക. ഇത് എർത്താണ്, പച്ച കളർ. നമ്മൾ ഒന്നിൽ കണക്ട് ചെയ്തു. ഇനി അടുത്തതിൽ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് രണ്ടും കൂടി ട്വിസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ചെത്തിയിട്ട് കൊടുക്കാം. ഈ രണ്ടാമത്തെ സോക്കറ്റിൻ്റെ എർത്ത് പിന്നിലേക്ക് കണക്ട് ചെയ്യാം.
എന്നിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മുടെ കയ്യിലുള്ള 3/4 വയറിൻ്റെ ഒരു പച്ചൻ്റെ ഭാഗം ക്ലിയറായി ഈ സോക്കറ്റിലേക്കൊക്കെ എർത്ത് കിട്ടി. ഇനി അടുത്തത് ന്യൂട്രലാണ്. അതും ഇതേപോലെ തന്നെ ഈ സോക്കറ്റിലൊക്കെ N എന്ന് എഴുതിയിട്ടുണ്ടാവും ഇടതുവശത്തായിട്ട്. അപ്പോൾ അതിൽ 2 സോക്കറ്റിലും നമ്മൾ N എന്നുള്ള ഭാഗത്ത് ഈ കറുത്ത വയർ കൊടുക്കാം. ഇതിങ്ങനെയാണ് മുമ്പ് പറഞ്ഞ രീതി. അതായത് നമ്മൾ കട്ട് ചെയ്തിട്ട് രണ്ടും കൂടി ട്വിസ്റ്റ് ചെയ്തിട്ട് നമ്മളിതിലേക്ക് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കോപ്പറിൻ്റെ ഭാഗം ഒരുപാട് നീളം കൂടിക്കഴിഞ്ഞാൽ ഈ രണ്ടോ ഇതിലേതെങ്കിലും തമ്മിൽ മുട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചെറിയൊരു അളവിൽ മാത്രം വെച്ചാൽ മതിയാവും. ഇനി അടുത്ത് ഒരു വയർ മാത്രമാണ് നമ്മുടെ കയ്യിൽ ബാലൻസ് ഉള്ളത്. അപ്പോൾ അതിന് നമ്മൾ ഈ റെഡ് വയർ ഇതിലാണ് ഫേസ് വരുന്നത്. അപ്പോൾ നമ്മളിതിന് സ്വിച്ചിൻ്റെ അടിഭാഗത്തായിട്ടുള്ള നോബിൽ വേണം കൊടുക്കാൻ. ഇത് നിങ്ങൾക്ക് എത്ര സ്വിച്ചും സോക്കറ്റും വേണോ അതിനനുസരിച്ചിട്ട് ഈ രീതിയിൽ തന്നെ കൊടുക്കാൻ പറ്റും. ഇതിപ്പോൾ 2 എണ്ണമാണ് എൻ്റെ ആവശ്യം, അതുകൊണ്ട് ഞാൻ 2 എണ്ണമാണ് ആക്കിയത്. ഇത് 1 വേണമെങ്കിൽ 1, അല്ലെങ്കിൽ 3 എണ്ണോ 5 എണ്ണോ എത്ര എണ്ണം വേണമെങ്കിലും കൊടുക്കാം. നന്നായി ടൈറ്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഈ സ്വിച്ചിൻ്റെ തൊട്ടടുത്ത സ്വിച്ചിൻ്റെ അടിഭാഗത്തേക്കും കൂടി കൊടുക്കാം. ഇതിപ്പോൾ അങ്ങനെ നമ്മുടെ കയ്യിലുള്ള 3 വയറും കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ പച്ച കളർ വയർ ഇതിന് സോക്കറ്റിൻ്റെ എർത്ത് പിന്നിലോട്ടും ബ്ലാക്ക് സോക്കറ്റിൻ്റെ ന്യൂട്രൽ എന്നുള്ള ഇതിലോട്ടും ഈ റെഡ് നേരെ നമ്മൾ സ്വിച്ചിൻ്റെ അടിഭാഗത്തോട്ടും കൊടുത്തിട്ടുണ്ട്. ഇനിയുള്ളത് സ്വിച്ചിൻ്റെ മുകളിൽ ഒരു നോബ് ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ട്. സോക്കറ്റിൻ്റെ റൈറ്റ് സൈഡിൽ L എന്നുള്ള, അതായത് ലൈൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്, അതാണ് ഫേസ് നമ്മൾ കൊടുക്കേണ്ടത്. അതാണ് ഇനി കാലിയായിട്ടുള്ളത്. ഇനി അതാണ് നമ്മുടെ അടുത്ത കണക്ഷൻ. ഇനി നമ്മൾ സ്വിച്ചിൽ നിന്ന് സോക്കറ്റിലേക്കാണ് കണക്ഷൻ കൊടുക്കേണ്ടത്. അതും കൂടി കൊടുത്താൽ ഇത് കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. അതിന് നമ്മൾ വയർ എത്ര നീളം വേണമെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് വയർ കട്ട് ചെയ്യുക. എന്നതിന് ശേഷം സ്വിച്ചിൻ്റെ മുകളിലുള്ള ഇതിന്ന് നമ്മൾ
സോക്കറ്റിൻ്റെ എൽ എന്നുള്ള പിന്നിലേക്ക് കണക്ട് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ രണ്ട് സോക്കറ്റിനും രണ്ട് സ്വിച്ച് എന്നുള്ള രീതിക്കാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു സോക്കറ്റിന് ഒരു സ്വിച്ച്, വേറെ സോക്കറ്റിന് വേറെ സ്വിച്ച് എന്നുള്ള കൺട്രോൾ വരുന്ന രീതിക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതല്ലാതെ ഒരു സ്വിച്ച് വെച്ചിട്ട് തന്നെ സ്വിച്ചിൻ്റെ ഔട്ടിൽ നിന്ന് രണ്ട് സോക്കറ്റിലേക്ക് ഫേസ് കൊടുക്കുകയാണെങ്കിൽ ഒരു സ്വിച്ചിൽ തന്നെ രണ്ട് സോക്കറ്റിൻ്റെ കൺട്രോളും കിട്ടും. അങ്ങനെ നമ്മൾ ബോക്സ് റെഡി ആയിട്ടുണ്ട്. അതായത് പച്ച വയർ എർത്ത് നമ്മൾ ഈ സോക്കറ്റിൻ്റെ മുകളിലുള്ള രണ്ട് എർത്ത് പിന്നിലോട്ട് കണക്ട് ചെയ്തു. ബ്ലാക്ക് വയർ ന്യൂട്രൽ അത് ഇതിൻ്റെ ഇടതുവശത്തുള്ള സോക്കറ്റിൻ്റെ ഇടതുവശത്തുള്ള പിന്നിലോട്ട് കണക്ട് ചെയ്തു. പിന്നെ റെഡ് വയർ സ്വിച്ചിൻ്റെ അടിയിൽ, അതാണ് ഫേസ്. അവിടെ നിന്ന് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഇതിലാണിപ്പോൾ നോർമൽ കറണ്ട് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഇതിലൂടെ കണക്ഷൻ സോക്കറ്റിൻ്റെ ഈ റൈറ്റ് സൈഡിലേക്ക് വരും. ബാക്കിയെല്ലാം കോമൺ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സ്വിച്ചും സോക്കറ്റും നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തലപ്പിലുള്ള 3 പിൻ ടോപ്പാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അറ്റത്ത് നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മൾ 3 പിൻ ടോപ്പിലോട്ട് ഈ വയറ് കണക്ട് ചെയ്യാണ് പോകേണ്ടത്. അപ്പോൾ അതിന് ഈ ഒരു സാധനമുണ്ട്. അത് ഈ സോക്കറ്റിൻ്റെ കൂടെ തന്നെ വരുന്നതാണ്, അല്ല 3 പിൻ ടോപ്പിൻ്റെ കൂടെ തന്നെ വരുന്നതാണ്. അപ്പോൾ അത് നമ്മൾ ഇതിലോട്ട് പതുക്കെ അകത്തോട്ട് കയറ്റി വിടാം. ഇനി നമ്മൾ 3 പിൻ ടോപ്പിൽ വയറ് കണക്ഷൻ കൊടുക്കാൻ പോവുകയാണ്. അതായത് നമ്മൾ സോക്കറ്റിൽ കൊടുത്ത അതേ രീതിയിൽ തന്നെയാണ് ഇതിലും കൊടുക്കേണ്ടത്. അതായത് ഇതിൻ്റെ ഈ കാണുന്ന ഏറ്റവും വലിയ പിന്നാണ് എർത്ത് പിന്ന്. അതിലാണ് നമ്മൾ പച്ച വയർ കൊടുക്കേണ്ടത്. ഈ ബ്ലാക്ക് വയർ നമ്മൾ ഈ അടുത്ത പിന്നിലോട്ട് കണക്ട് ചെയ്യാം. അതേപോലെ തന്നെ വലതുവശത്തെ കാണുന്ന പിന്നിൽ നമ്മൾ ഈ റൈറ്റിലുള്ള ഫേസ് വയർ കണക്ട് ചെയ്യുക, റെഡ്. എന്നിട്ട് നല്ല രീതിയിൽ നമ്മൾ സ്ക്രൂ ഒക്കെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ അഴിച്ചു വെച്ചിരിക്കുന്ന ഈ റബ്ബർ ബുഷ് ചേർത്ത് വെച്ചിട്ട് ഇതിന് സ്ക്രൂ ചെയ്ത് കൊടുക്കുക. അതായത് ഈ വയറ് ലൂസായിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ കൊടുത്തു വയ്ക്കുക. അപ്പോൾ ഈ വയറൊരു ടൈറ്റ് ഉണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ വലിച്ചാലൊന്നും വരില്ല. എന്നിട്ട് കഴിഞ്ഞു. അപ്പോൾ റൈറ്റിൽ റെഡ്, ലെഫ്റ്റിൽ ബ്ലാക്ക്, ഈ സെൻട്രൽ ടോപ്പിലുള്ളതിൽ പച്ച. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്താണ് ഇതിൻ്റെ എഴുതിയിട്ടുള്ളത്. റൈറ്റ് സൈഡിൽ എല്ലുണ്ട്. റൈറ്റ് സൈഡ് എന്ന് വെച്ചാൽ ഈ റൈറ്റ് സൈഡ്, അത് ന്യൂട്രൽ തന്നെ. അത് നമ്മൾ
ഇത് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ബോക്സ് ഓക്കെ ആയിട്ടുണ്ട്, നമ്മുടെ പിന്നും ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിനെ ടൈറ്റ് ചെയ്ത് വെക്കാം. അങ്ങനെ നമ്മുടെ എക്സ്റ്റൻഷൻ ബോക്സ് റെഡി ആയിട്ടുണ്ട്. ഇതിൽ 10 മീറ്റർ ഉണ്ട് വയറ്. നമുക്ക് ആവശ്യം എത്രയാണോ അതിനനുസരിച്ചിട്ട് ഉണ്ടാക്കാം. ഈ 1 സ്ക്വയർ mm അല്ലെങ്കിൽ 1.5 ഒക്കെ ആകുമ്പോൾ നമുക്ക് അത്യാവശ്യം ഹെവി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉപയോഗിക്കാം. ഇനി വലിയ മോട്ടർ അങ്ങനെയാണെങ്കിൽ 2.5-ൻ്റെ 3 കോർ വയർ വാങ്ങിച്ചിട്ട് നമ്മൾ ഇതേപോലെ കണക്ട് ചെയ്താൽ മതിയാവും. ഇത് 2 എണ്ണത്തിനാണ് നമ്മളിന്ന് കൊടുത്തിരിക്കുന്നത്. ഇതൊന്ന് വേണമെങ്കിൽ അങ്ങനെ, 2 എണ്ണം വേണമെങ്കിൽ അങ്ങനെ, പിന്നെ എണ്ണം കൂടുകയാണെങ്കിൽ ഇതേ രീതിയിൽ തന്നെ കൂട്ടിയിട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ എക്സ്റ്റൻഷൻ ബോക്സ് ഇതിൽ കണക്ട് ചെയ്യാൻ പോകുന്നത് നേരത്തെ ഉള്ള ഒരു ഇതാണ്. ഈ റൈറ്റ് സൈഡാണ് ടെസ്റ്റർ എത്തുക. ഇതാണല്ലേ, ഇതിലൊന്നും ഉണ്ടാവില്ല റൈറ്റ് സൈഡ്. അതുകൊണ്ടാണ് നമ്മൾ റെഡ് വയർ റൈറ്റ് സൈഡും കൊടുത്തത്. ഇത് ഓൺ ചെയ്ത് വെച്ചാൽ ആ റെഡ് വയർ നമ്മൾ സ്വിച്ചിൻ്റെ അടിയിലോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിത് ഓൺ ചെയ്യുമ്പോൾ കണക്ഷൻ വരും. അതിനാണ് റെഡ് വയർ നമ്മൾ സ്വിച്ചിൻ്റെ അടിഭാഗത്തോട്ട് കണക്ട് ചെയ്തത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും വീട്ടിലേക്ക് ആവശ്യമായ നീളത്തിലുള്ള എക്സ്റ്റൻഷൻ ബോക്സ് ഹെവി ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.